നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മത്സരങ്ങൾ, ഇന്നലത്തെ ഒന്ന് രണ്ട് അട്ടിമറി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്രതീക്ഷിതമായ വിജയം നേടിയ മത്സരങ്ങൾ, പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒപ്പം ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഉണ്ട്. ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും മത്സരങ്ങൾ നടക്കാൻ, ബെൽജിയത്തിൻ്റെയും മത്സരങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക് വരാം അല്ലേ. ഇക്വഡോർ ജർമ്മനിയെ അട്ടിമറിക്കുന്നൊരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അതായത് ജർമ്മനി ഒരു തോൽവി വഴങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. നെതർലൻഡ്സ് ഒരു വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം USA-ക്കെതിരെ തുർക്കി ഒരു വിജയം നേടുന്ന കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഈ ഒരു ലോകകപ്പിൽ തന്നെ ഏറ്റവും വലിയൊരു അട്ടിമറി എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കെതിരെയുള്ള ഇക്വഡോറിൻ്റെ ഒരു വിജയം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. 2-1 ഇക്വഡോർ വിജയം സ്വന്തമാക്കിയത് എന്നുള്ളതാണ്. ഇന്നത്തെ പറഞ്ഞ പോലെ ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു ഈ മത്സരം എന്ന് പറയാൻ സാധിക്കും. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തിനായിട്ട് ഇറങ്ങിയ ജർമ്മനിയായിരുന്നു. ജർമ്മനി ഇക്വഡോർ അട്ടിമറിച്ചൊരു കൗണ്ടർ അറ്റാക്കുകളിലൂടെയൊക്കെ അട്ടിമറിച്ചൊരു വിജയം അവർ സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ 18-ാം മിനിറ്റിൽ തന്നെ കെൻറി പേസിലൂടെ ഇക്വഡോർ ലീഡ് സ്വന്തമാക്കി ആദ്യ ഗോൾ നേടി. എന്നാൽ 41-ാം മിനിറ്റിൽ ജർമ്മനി ഗോൾ മടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഡാനിഷ് ഡാവിൻ്റെ വക ഒരു ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചെത്തുന്നു എന്ന് പ്രതീക്ഷ ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, നൽകുകയും ചെയ്തു. അപ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-1 എന്നൊരു സ്കോറിലാണ് അവസാനിച്ചത്. രണ്ടാം പകുതിയിൽ ജർമ്മനി കൂടുതൽ ശക്തമായി വരും എന്നൊരു പ്രതീക്ഷയൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റി. 73-ാം മിനിറ്റിൽ എന്നർ വലൻസിയയുടെ വക ഇക്വഡോറിനൊരു വിജയ ഗോൾ കൂടി സ്വന്തമാക്കുന്ന, അല്ലെങ്കിൽ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 2-1 എന്നൊരു സ്കോർ നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ഇക്വഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊരു ഡിഫൻസിൻ്റെ പ്രാധാന്യം, അവരുടെ ഒരു പ്രതിരോധ കോട്ട എന്ന് പറയാൻ സാധിക്കും. അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രസ്സിങ്, എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്സിങ് ഗെയിം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വിജയത്തിൽ നിർണായകമായത്. ജർമ്മനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊസഷൻ, പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചത് ജർമ്മനിയായിരുന്നു. പൊസഷൻ അവരായിരുന്നു. പക്ഷേ വിജയിക്കാനായില്ല. അപ്പം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും ജർമ്മനി ഒരുപടി മുന്നിലായിരുന്നു. പക്ഷേ അതൊന്നും ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഒപ്പം ഡിഫൻസീവിലെ മിസ്റ്റേക്കുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇക്വഡോറിൻ്റെ പ്രതിരോധ കോട്ട ഭേദിച്ച് കടക്കാൻ അവർക്കായില്ല. ഒപ്പം തങ്ങളുടെ പ്രതിരോധം അത് വേണ്ട രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ ചില സംഭവിച്ച മിസ്റ്റേക്കുകൾ അത് അവർക്ക് വലിയ രീതിയിലുള്ള വിനയായി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇക്വഡോറിൻ്റെ ലോകകപ്പിൽ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. തോൽവി വഴങ്ങിയെങ്കിലും ജർമ്മനി വേറെ പരിക്കുകളൊന്നും ഇല്ലാതെ നോക്കൗട്ട് റൗണ്ട് ഓഫ് 32 കടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇനി നടന്ന മറ്റൊരു പോരാട്ടം നെതർലൻഡ്സും ടുണീഷ്യയും തമ്മിലായിരുന്നു. നെതർലൻഡ്സ് 3-1 ടുണീഷ്യയെ പരാജയപ്പെടുത്തി ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച. ആദ്യത്തെ 7 മിനിറ്റിൽ തന്നെ ആ മത്സരം നെതർലൻഡ്സ് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 2 ഗോളുകൾ ആദ്യ 7 മിനിറ്റിനുള്ളിൽ തന്നെ വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഗ്രൂപ്പ് F-ൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അവർ നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുന്നത്. 3-ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോൾ ആണ് പിറന്നത്. നെതർലൻഡ്സിന് അനുകൂലമായി സെൽഫ് ഓൺ ഗോൾ പിറന്നു. അവിടെ നിന്ന് തുടങ്ങി വീണ്ടും 7-ാം മിനിറ്റിൽ നെതർലൻഡ്സിന് വേണ്ടിയിട്ട് അടുത്ത ഗോൾ കൂടി നേടുകയായിരുന്നു. അങ്ങനെ 3-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോൾ ആണെങ്കിൽ പോലും അതിൻ്റെ കുറച്ച് ശക്തമായ ആ ഒരു ഇമ്പാക്റ്റ് അത് കൃത്യമായി നെതർലൻഡ്സ് മുതലാക്കുന്നു. അങ്ങനെ 7-ാം മിനിറ്റിൽ അവർ വീണ്ടും ഒരു ഗോൾ കൂടി നേടി ആധിപത്യം അവർ പുലർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 2-0 എന്നുള്ള നിലയിലാണ് ആദ്യ പകുതി അവസാനിച്ചത്. 2-0 എന്ന നിലയിലായിരുന്നു. എന്നാൽ 51-ാം മിനിറ്റിൽ, രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്ക് 51-ാം മിനിറ്റിൽ ടുണീഷ്യയുടെ വക ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായി. അവർ ഗോൾ നേടി. മത്സരത്തിൽ അവരുടെ ഏക ഗോളാണ്. ആ ഗോൾ അവർ നേടി. 51-ാം മിനിറ്റിലാണ് ഗോൾ നേടിയത്. 56-ാം മിനിറ്റിൽ തന്നെ നെതർലൻഡ്സ് വീണ്ടും ഒരു ഗോൾ കൂടി നേടി. അങ്ങനെ 3-1 എന്നൊരു സ്കോറിലേക്ക് മത്സരം എത്തുകയായിരുന്നു. അങ്ങനെ 3-1 ആധികാരികമായ ജയത്തോടുകൂടി നെതർലൻഡ്സ് എന്തായാലും നോക്കൗട്ടിലേക്ക്, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32 കടന്നു എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു മൊത്തത്തിൽ നോക്കിയാൽ ഫാസ്റ്റായിട്ടുള്ള സ്റ്റാർട്ട് അവർക്ക് നെതർലൻഡ്സിന് അനുകൂലമായി ലഭിച്ചു. ഒരു വിങ് പ്ലേയിൽ എക്സലൻ്റ് ആയിട്ടുള്ള വിങ് പ്ലേ അവർക്കുണ്ടായിരുന്നു. ഒപ്പം സ്ക്വാഡിലെ ആ റൊട്ടേഷൻ അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് എന്തായാലും നെതർലൻഡ്സിന് അനുകൂലമായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പം നെതർലൻഡ്സ് എന്തായാലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവരും നോക്കൗട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നലെ മറ്റൊരു പോരാട്ടം അമേരിക്കയും USA-യും തുർക്കിയും തമ്മിലൊരു പോരാട്ടമായിരുന്നു. USA ജയിക്കാനുള്ള സാധ്യത, വിജയസാധ്യതയൊക്കെ പറഞ്ഞിരുന്ന മത്സരം അവിടെ തുർക്കിയുടെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിച്ചു. 3-2 എന്നൊരു സ്കോറിലാണ് അവർ ഈ ഒരു മത്സരം വിജയിച്ചത്.
US കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി നോക്കൗട്ട് ഉറപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാന താരങ്ങൾക്കൊക്കെ പലർക്കും വിശ്രമം നൽകിയിട്ടാണ് ഈ തുർക്കിക്കെതിരെ ഒരു മത്സരത്തിന് വേണ്ടി അവർ ഇറങ്ങിയത്. അതിൻ്റെ ആ ഒരു നേട്ടം തുർക്കി കൃത്യമായി മുതലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ 11ാം മിനിറ്റിൽ USA ആണ് ആദ്യ ഗോൾ നേടിയത്. എന്നാൽ 28ാം മിനിറ്റിൽ തുർക്കി സമനില ഗോൾ നേടി. അങ്ങനെ 1-1 എന്നൊരു സ്കോറിലാണ് ആദ്യ പകുതി അവസാനിച്ചത്. രണ്ടാം പകുതി തുടങ്ങി 56ാം മിനിറ്റിൽ തുർക്കിയുടെ വക അടുത്ത അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ 2-1. പക്ഷേ 79ാം മിനിറ്റിൽ വീണ്ടും USAയുടെ ഭാഗത്തുനിന്ന് ഒരു ഗോൾ കൂടി പെടുന്നു. അങ്ങനെ 2-2 എന്നൊരു സ്കോറിലാണ് മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ രണ്ടാം പകുതിയും കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറക്കുന്നത്. അങ്ങനെ 3-2 എന്നൊരു സ്കോറിലേക്ക് ഈ ഒരു മത്സരം അവസാനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. തുർക്കിയിലേക്ക് വന്ന ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിങ് അവർക്കുണ്ടായിരുന്നു. അപ്പം കൗണ്ടർ അറ്റാക്കിലും അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫലം അവർക്ക് എന്തായാലും ഉണ്ടായി. USA വന്നു കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മൂവ്മെൻ്റ് ഒക്കെ അവരുടെ ഗംഭീരമായിരുന്നു. പക്ഷേ ഡിഫെൻസീവിലെ ചില പിഴവുകൾ അതവർക്ക് അങ്ങനെ അനുകൂലമായില്ല എന്നുള്ളതാണ്. മറ്റൊരു മത്സരം ഇന്നലെ നടന്നത് ഐവറി കോസ്റ്റും കുറസാവോയും തമ്മിലൊരു പോരാട്ടമായിരുന്നു. 2-0 ഒരു വിജയം ഐവറി കോസ്റ്റ് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 2-0 ഒരു 3 പോയിൻ്റ് നേടിയെങ്കിലും അവർ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ബെർത്ത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. കുറസാവോയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പക്ഷേ അവർക്ക് ഒരു ഫിനിഷിംഗ് ഇല്ലാതെ പോയത് അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഹൈലറും സൈമൺ അഡിങ്കരയുമാണ് ഐവറി കോസ്റ്റിന് വേണ്ടിയിട്ട് 2 ഗോളുകൾ സ്വന്തമാക്കിയത്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ. ഇത്രയൊക്കെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു ജർമ്മനിയുടെ പരാജയം തന്നെയാണ്. ഇക്വഡോറിനെതിരെയുള്ള പരാജയം തന്നെയാണ്. പക്ഷേ ജർമ്മനി ഓൾറെഡി അവർ നോക്കൗട്ട് ഉറപ്പിച്ചതുകൊണ്ട് അത്ര വലിയ രീതിയിൽ അവരെ ബാധിക്കില്ല. ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നോക്കിയാൽ ഇന്ന് ഫ്രാൻസും നോർവേയും തമ്മിലൊരു പോരാട്ടമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എംബാപ്പയും ഹാലണ്ടും തമ്മിൽ നേർക്കുനേർ ഇറങ്ങുന്നു എന്നൊരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഇരുവരും തമ്മിൽ നേർക്കുനേർ വരുന്നൊരു പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3-1 സെനഗലിനെയും ഇറാഖിനെയും 3-0 അങ്ങനെ തോൽപ്പിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി കൊണ്ടാണ് ഫ്രാൻസ് എന്തായാലും നോർവേക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അവർ ഓൾറെഡി ഗ്രൂപ്പ് 1ാം സ്ഥാനം ലക്ഷ്യമിട്ടാണ്. ഓൾറെഡി ഗ്രൂപ്പിൽ അവർ ഈ ഒരു റൗണ്ട് ഓഫ് 32 അല്ലെങ്കിൽ നോക്കൗട്ട് ഉറപ്പിച്ചു. 2 ജയത്തോടുകൂടി നോക്കൗട്ട് എന്തായാലും ഉറപ്പിച്ചൊരു ടീമാണ്. പക്ഷേ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം അത് അരക്കിട്ട് ഉറപ്പിക്കണം. അതിനുവേണ്ടി തന്നെയാണ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആണ് ഇന്ന് കിലിയൻ എംബാപ്പയും സംഘവും ഇറങ്ങുന്നത് എന്നുള്ളതാണ്. മറുവശത്ത് നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാഖിനെതിരെയും സെനഗലിനെതിരെയും അവർ വിജയം സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഏകദേശം ഈ ഒരു നോക്കൗട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ലക്ഷ്യമിടുന്നത് ഗ്രൂപ്പിലെ 1ാം സ്ഥാനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോരാട്ടം ഇന്ന് ഹാലണ്ടും എംബാപ്പയും തമ്മിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസിൻ്റെ ഒരു പൊസഷൻ ഗെയിമും നോർവേയുടെ ഡയറക്റ്റ് ഫുട്ബോളും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. ഒരു സമനിലയൊക്കെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പല സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വരുന്നത് ഇന്നത്തെ ഒരു പോരാട്ടം സമനിലയിൽ കലാശിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ എന്നാലും ഫ്രാൻസിൻ്റെ ഒരു നേരിയ സാധ്യതയൊക്കെ ആരാധകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു മികച്ച മത്സരം തന്നെ ആരാധകർക്കൊക്കെ കാണാൻ സാധിക്കട്ടെ എന്നാണ് നമ്മളും ആശംസിക്കുന്നത്. ഇന്ന് നടക്കാനുള്ള മറ്റൊരു പോരാട്ടം സ്പെയിനും ഉറുഗ്വേയും തമ്മിലൊരു പോരാട്ടം നടക്കാനുണ്ട്. സ്പെയിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കാപ്പ വെർഡെക്കെതിരെ ഒരു സമനില അവർ വഴങ്ങിയിരുന്നു. അതിനുശേഷം സൗദി അറേബ്യക്കെതിരെ 4-0 ഒരു വലിയ വിജയം സ്പെയിൻ സ്വന്തമാക്കിയിരുന്നു. അതിൻ്റെ ആത്മവിശ്വാസവുമായാണ് അവർ എന്തായാലും ഇന്ന് ഉറുഗ്വേക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. ലാമിൻ യമാലും പെഡ്രിയും നിക്കോ വില്യംസും അടങ്ങുന്ന ആ ഒരു സംഘം അവർ കഴിഞ്ഞ കളിയിൽ കാഴ്ചവെച്ച ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ളൊരു ടീം എന്ന് പറയുന്നൊരു ടീം കൂടിയാണ് സ്പെയിൻ. ആ ഒരു പ്രകടനം അവർ കഴിഞ്ഞ മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ കൃത്യമായി പുറത്തെടുത്തു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോം ഇന്നും തുടരുക എന്ന് തന്നെയായിരിക്കും എന്തായാലും സ്പെയിൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് റൗണ്ട് ഓഫ് 32 അല്ലെങ്കിൽ നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം. ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരം ബെൽജിയവും ന്യൂസിലാൻഡും തമ്മിലൊരു പോരാട്ടം ഇന്ന് നടക്കുന്നുണ്ട്. ബെൽജിയത്തിന് ജയം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കെവിൻ ഡി ബ്രൂയിനും ലുക്കാക്കും ഒക്കെ അടങ്ങുന്ന ആ ഒരു ബെൽജിയത്തിന് ഇന്നത്തെ വിജയം അവർക്ക് അനിവാര്യമാണ്. കാരണം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടൊരു വിജയം എന്തായാലും അവർക്ക് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നടക്കാനുള്ള മറ്റൊരു മത്സരം ഈജിപ്തും ഇറാനും തമ്മിലൊരു മത്സരം നടക്കാനുണ്ട്. സലായുടെ ഈജിപ്റ്റാണ്, ഒപ്പം ഇറാനും തമ്മിലൊരു മത്സരം. ഈ മത്സരവും നോക്കൗട്ട് യോഗ്യതയെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യത ഇന്ന് വിജയിച്ചാൽ ഈജിപ്തിന് നോക്കൗട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നിനി നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയം സ്പെയിൻ ഉറുഗ്വേ മത്സരം. ഒപ്പം ആരാധകർ ഉറ്റുനോക്കുന്നത് ഫ്രാൻസ് നോർവേ പോരാട്ടമാണ്. 2 ടീം വിജയപരാജയങ്ങൾ നേരിട്ട് വലിയ രീതിയിൽ ടീമുകളുടെ പുറത്തേക്കുള്ള പോക്കിന് വഴി തുറക്കില്ല. പക്ഷേ എന്നാൽ അത് നോക്കൗട്ടിൽ തങ്ങൾക്ക് ലഭിക്കുന്ന എതിരാളികൾ വ്യത്യാസം വരാൻ സാധിക്കും. കാരണം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം
അതായത് ഗ്രൂപ്പ് ചാമ്പ്യൻ 1ാം സ്ഥാനക്കാരായിട്ട് പ്രവേശിക്കുന്ന ആളിന് മറ്റൊരു ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെയാവും കിട്ടുക. അത് താരതമ്യേന ചെറിയ ടീമുകളൊക്കെ ആയിരിക്കും പലപ്പോഴും കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ഈ ഒരു നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുക എന്നതാണ് എല്ലാ ടീമും ഇപ്പം പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസും നോർവേയും ലക്ഷ്യമിടുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇക്വഡോറിന് വലിയൊരു അട്ടിമറി നടത്തി ജർമ്മനിയെ തോൽപ്പിച്ചു. നെതർലൻഡ്സ് ആത്മവിശ്വാസത്തോടെ ഗ്രൂപ്പ് ജേതാക്കളായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മാറുന്ന കാഴ്ച. USA തുർക്കി ഒരു വിജയം സ്വന്തമാക്കുന്നു. ഇന്ന് എംബാപ്പയും ഹാളണ്ടും നേർക്കുനേർ വരുന്നൊരു പോരാട്ടം, അതിന് കളം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലോകകപ്പ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം ജി കുമാർ സൈനിങ് ഓഫ്.